ഗാലക്സി ഓഡിയോ നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യേണ്ടത്. അതായിരിക്കും വൃത്തി. ഇതിൻ്റെ കേസ് വരുന്നതും പലതായിട്ടാണ് വരണം. ഒരു പീസ് ഇത് ലെൻസ് കവർ രണ്ടെണ്ണം ഓർഡർ ചെയ്താൽ ഒന്ന് ഫ്രീ. നന്നായി. ഇതും ഫ്രീ. ഒരു കേസിൻ്റെ കൂടെ ഒരു കേസ് കൂടെ ഫ്രീ. അതും കൊള്ളാം. അതും പൊളിച്ച്. ഇത് ഗ്ലാസ് 2 ഗ്ലാസ് അത് നമ്മൾ ഒട്ടിച്ച് പഠിക്കാം. ഒരു കേസ് പതുക്കെ അൺബോക്സ് ചെയ്യും. ഫോൺ അൺബോക്സ് ചെയ്തിട്ട് അതിന് ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ. പതുക്കെ കവർ മാത്രമേ ഉള്ളൂ. പെട്ടിയൊക്കെ ചെറുതാണ്. ഒരു ബുക്കിൻ്റെ സൈസേ ഉള്ളൂ. കവറിൻ്റെ സൈഡ് കാണിച്ച് ഇത്രയേ ഉള്ളൂ കവറ്. പാക്കേജിങ് ഒക്കെ സാംസങ്ങിൻ്റെ പാക്കേജിങ്. S23 കേസിൻ്റെ അതേ വലിപ്പം, ഇച്ചിരി വീതി കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ ഇത്രയും പൈസ കൊടുക്കുമ്പോൾ ഇച്ചിരി കണുത്തൊരു കവറെങ്കിലും അവർക്ക് തരാമായിരുന്നല്ലേ. പോട്ടെ. വെയിറ്റില്ലല്ലേ. ഇതാണ് സാധനം. മടക്കിയോ ഒരു പേടിയല്ലേ അവിടെ. ഇതാണ് സാധനം. വെയിറ്റില്ലാത്ത ഭയങ്കര ഫീൽ ചെയ്യല്ലേ. ഇല്ലല്ലേ, ചാർജ് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ. ഓണായിട്ടുണ്ട്. ഇൻ ഹാൻഡ് ഫീലാണ് പൊളി. S23 അത്രയും പോലും വെയിറ്റ് ഇല്ല. സ്റ്റാർട്ടി പോയോ? അവിടെ അടച്ചാൽ ലോക്കാവും. ഇനി തുറന്നേ. ആദ്യമായിട്ട് ഇച്ചിരി കഷ്ടപ്പാടല്ലേ അടയ്ക്കാൻ. ഫ്രണ്ടിൽ നോക്കുമ്പം ക്രീസ് എന്ന് പറയുന്ന സാധനം അറിയില്ല. പക്ഷേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് അറിയാൻ പറ്റും. ചെറുതായിട്ട് ഇത്ര ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു സാധനം അറിയത്തില്ല. സൈഡ് കാണിച്ച് ഇനി തിക്നെസ് കാണിച്ചേ. S23 തിക്നെസ് ഉണ്ട്. ഇതിൻ്റെ കവറൊന്നും ഒരു കവർ പോയിട്ട് രണ്ടിലും കൂടെ തിക്നെസ് കാണിക്കാം. കളിപ്പണം. ഈ ഇൻ ഹാൻഡ് ഫീലും കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ വേറൊരു ഫീല് സാധനം. കറക്റ്റ് സ്ക്വയർ അല്ലേ. ഭയങ്കര സ്ലിം. ഇവർക്ക് ഈ ഫോം ഫാക്ടറിയിൽ ഇവരിപ്പോൾ അടുത്തൊരു ഫോൺ ഇറങ്ങിയാൽ നല്ല സാരിക്കല്ലോ. സ്ലിം ഫോൺ. അതിൻ്റെ സൈഡ് കാണിച്ചു. S23 സൈസും ഇതിൻ്റെ സൈസും കൂടെ കണ്ടോ. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. പിന്നെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ഫോമിൽ തന്നെ ഇരിക്കുന്നത്.
ബാക്ക് മറ്റേ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ്. അഴുക്കൊക്കെ നല്ലപോലെ പിടിക്കും പെട്ടെന്ന്. കവർ എടുത്തിട്ടോ.